ഒരുപാട് പേർ ദൈവത്തെ അറിയാത്തവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർ ദൈവത്തെ അറിഞ്ഞില്ല എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അറിയുവാനും ഒരു കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു കൃപ വേണം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ആമേൻ നൽകപ്പെടുന്ന ദാനം ദൈവത്തിന്റെ കൃപ. അപ്പോൾ എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഒരുപക്ഷെ ഇപ്പോൾ മുതൽ ഇന്ന് മുതൽ കേൾക്കുന്നവരോ, എബിൻ ബ്രദറെ ആ റെക്കോർഡ് ഓപ്ഷൻ ഒന്ന് നോക്കിയേക്കാമോ? ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം, അതല്ല പിന്നീട് ഉള്ള സമയങ്ങളിൽ ഈ മെസ്സേജ് കേൾക്കുന്നവരായിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതും ദൈവത്തെ അറിയുന്നതും തന്നെ ദൈവത്തിന്റെ ഒരു നിർണയമാണ്. ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്, ദൈവത്തിന്റെ പ്ലാൻ എന്നിൽ നടക്കണം, ദൈവ സ്നേഹം എന്നിൽ വരണം, അല്ലെങ്കിൽ ദൈവത്തെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ആമേൻ. ആമേൻ. എല്ലാവരിലും അത് ഉണ്ടാകുന്നില്ല, എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ചിലരിൽ ആ ദൈവത്തിന്റെ സ്നേഹം എത്തും. വചനം നന്നായി പഠിച്ചാൽ ഭൂമിയിലുള്ള സകലരെയും പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. എന്നാൽ കാലാകാലങ്ങളിൽ അത് നമ്മളിലേക്ക് വരും, നമ്മുടെ ഹൃദയത്തിലേക്ക് വരും, വിവിധമായ അവസ്ഥകളിലൂടെ. ചിലർ ദൈവത്തെ അറിയുന്നത് കഷ്ടതയിലായിരിക്കാം, ചിലർ ദൈവത്തെ അറിയുന്നത് പ്രതികൂലത്തിലായിരിക്കാം, ചിലർ ദൈവത്തെ അറിയുന്നത് ഒത്തിരി അനുഗ്രഹം കിട്ടുമ്പോഴായിരിക്കാം, ചിലർ ദൈവത്തെ അറിയുന്നത് മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, ചിലർ ദൈവത്തെ അറിയുന്നത് സഭകളിലൂടെ ആയിരിക്കാം, അവർ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ദൈവം അവനുമായിട്ട് ഒരു എൻകൗണ്ടർ നടത്തിയിരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അതിനോട് ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചായിരിക്കും അവന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ അവന്റെ ലൈഫ് പർപ്പസ് ആമേൻ നിറവേറപ്പെടുന്നത്. നമ്മുടെ എല്ലാ ലൈഫിനും ഒരു പർപ്പസ് ഉണ്ട്. ആരും വിചാരിക്കരുത് ഞാൻ ജസ്റ്റ് നോർമൽ ആയിട്ടൊരു ജീവിതം നയിക്കാനാ വന്നതെന്ന്. നാം എല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ എല്ലാവരും പേരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആമേൻ കർത്താവിന്റെ അതിശ്രേഷ്ഠ ദൈവദാസൻ ആമേൻ ആമേൻ ഡോക്ടർ റവി സാഗ്രിയാസ് ആമേൻ ഈ ലോകത്തിൽ നിന്ന് പോയി. എത്ര പ്രത്യാശയുള്ള ഒരു യാത്ര, എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതം, ഒരു ലൈഫ് ഫുൾ ഓഫ് പർപ്പസ്. അത് ഫുള്ളി ഫിനിഷ് ചെയ്തിട്ട് താൻ ഇവിടെ നിന്ന് പോയി. ആമേൻ ആമേൻ 17-ാമത്തെ വയസ്സിൽ ആമേൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്ന ആ വ്യക്തി, കൈനോട്ടക്കാരൻ, ഒരിക്കലും ഒരു ഭാവി ഇല്ലെന്ന് പ്രവചിച്ച ഒരു വ്യക്തി. ആമേൻ. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വചനം, ഒരു ബൈബിളിലെ ഒരു വാക്യം, ഞാൻ ജീവിക്കുന്നതിനാൽ നീയും ജീവിക്കും എന്നുള്ള വാക്യം വിശ്വസിച്ച് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയ ആ മനുഷ്യൻ ഈ ലോകത്ത് വലിയ വ്യത്യാസങ്ങൾ വരുത്തി. അനേകം മില്യൺസ് ഓഫ് ആളുകളിൽ ആമേൻ കർത്താവിനെ എത്തിക്കുവാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ദൈവം പലപ്പോഴായി അവൻ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നും. എന്നാൽ പലപ്പോഴും നമുക്ക് അതിനോട് പ്രതികരിക്കേണ്ടത് പോലെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകളുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ആമേൻ ദൈവം അയച്ച പദ്ധതിക്ക് വേണ്ടി ആമേൻ നമ്മെ ഓരോരുത്തരെ ഒരുക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളാരും ബില്ലി ഗ്രഹാമോ റവി സക്രിയാസോ ഒന്നും ആയില്ലെങ്കിലും ആമേൻ ആമേൻ ഹല്ലേലൂയ നമ്മളെ കുറിച്ചൊക്കെ വ്യക്തമായ പദ്ധതിയിലാണ് ദൈവം വിട്ടിരിക്കുന്നത്. അപ്പൊ ദൈവം തരുന്ന താലന്തുകളുടെ പ്രതിഫലം ആമേൻ ദൈവം ചോദിക്കുന്നത് റേഷ്യോ അനുസരിച്ചാണ്. നിങ്ങൾ എല്ലാവർക്കും റേഷ്യോ സിസ്റ്റം അറിയാം അല്ലെ? ഇപ്പോൾ ഒരുവന് 100 കിട്ടി, ആ 100 താലന്ത് കിട്ടിയവൻ എത്ര താലന്ത് അതിൽ വ്യാപാരം ചെയ്തു എന്ന് ദൈവം നോക്കുന്നു. 10 താലന്ത് കിട്ടിയവൻ അതിൽ നിന്ന് എത്ര വ്യാപാരം ചെയ്തു എന്നാ ദൈവം നോക്കുന്നത്. അല്ലെങ്കിൽ ആമേൻ 1000 താലന്ത് ലഭിച്ചവൻ അതിനോട് 500 താലന്തും കൂടെ കൂട്ടിയാൽ ആമേൻ അവൻ 50% കൂടെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവൻ അത്രയും കൂടെ അവൻ അത് ഡെവലപ്പ് ചെയ്തു. 10 കിട്ടിയവൻ 5ഉം കൂടെ അവൻ ഉണ്ടായാൽ അവൻ വീണ്ടും 50%. അപ്പോൾ ഇത് റേഷ്യോ അനുസരിച്ചാ. അപ്പോൾ റവി സാക്രിയാസ് അല്ലെങ്കിൽ ബില്ലി ഗ്രാം, റൊയ്നാഡ് ബോംഗെ ഇങ്ങനെയുള്ള ശ്രേഷ്ഠദാസന്മാർ, അപ്പോസ്തലന്മാർ, അവർക്ക് കൊടുത്ത താലന്ത് അനുസരിച്ചിട്ടാണ് ദൈവം അവരോട് ആമേൻ ഹല്ലേലൂയ പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദൈവം ഇടപെടുന്നത്. അപ്പോൾ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മളെ ആ രീതിയിലായിരിക്കത്തില്ല. ലോകത്ത്
ഒരു രവി സക്രിയാസേ ഉണ്ടാകത്തുള്ളൂ, ഒരു ബില്ലി ഗ്രഹാമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ചും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട്, നമ്മളെ അയച്ച ചില പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ടൈമിൽ അത് നിറവേറണം. അത് നിറവേറാൻ ജനങ്ങളെ എക്വിപ്പ് ചെയ്യുക എന്നൊരു വിഷനാണ് ദൈവം എന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ ലൈഫിലും എന്റെ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവം ഇരിക്കുന്ന ശക്തമായ ഒരു നിയോഗത്തിന്റെ പേരിലാണ് ഈ മീറ്റിംഗ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗിലൊക്കെ പലപ്പോഴായിട്ട് എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇതിൽ ആദ്യമായിട്ട് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് ചോദിക്കാം, ദൈവത്തിന്റെ ഹിതം, ഹൗ വി വിൽ നോ ദ ഗാഡ്സ് വിൽ, ദൈവത്തിന്റെ തിരുഹിതം എങ്ങനെയാ ബ്രദറെ തിരിച്ചറിയാൻ പറ്റുന്നത്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എങ്ങനെ അറിയും? എനിക്ക് അത് എങ്ങനെ വായിക്കാൻ പറ്റും? പ്രിയപ്പെട്ട ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിന്റെ തിരുഹിതം സ്വർഗം എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 139 ബൈബിളിലെ വിവിധ ഭാഗങ്ങൾ നാം വായിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടതാ. യിരെമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നു, ആമേൻ, ഞാൻ നിന്നെ വിശദീകരിച്ചു പ്രവാചകനായി നീ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ നിന്നെ നിയമിച്ചതാ. അപ്പോൾ ദൈവം ഒരു പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്ലാൻ ഒരിക്കലും പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട് മോനെ ഇങ്ങനെ പോ എന്ന് പറയുന്ന ഒരു ദൈവമല്ല. ആമേൻ. പക്ഷേ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തിരുഹിതം എന്ന് പറഞ്ഞ ഒരു വെളിപ്പാടാണ്, ഒരു റെവലേഷൻ ആണ്. ഡേ ബൈ ഡേ ദൈവം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ തിരുഹിതം. ആമേൻ. എന്നാൽ ആ തിരുഹിതം മനസ്സിലാക്കണമെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ എന്ന് വെച്ചാൽ ദൈവ മനുഷ്യൻ, നമ്മുടെ ഉള്ളിൽ ഒരു അകത്തെ മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരിക്കണം. ആ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ വളരണം. അത് ശിശു ആയിരുന്നാൽ കഴിയത്തില്ല. അത് വളരണം, അത് ശ്രദ്ധിക്കുവാനും വിവേചിക്കുവാനുമുള്ള അറിവ് പ്രാപിക്കണം. ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പലരും മക്കളായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടവരാണ് പേരൻസിന്റെ. നമുക്ക് പലർക്കും മക്കളുള്ളവരുണ്ട്, കുടുംബസ്ഥരായിട്ടുള്ളവരുണ്ട് അനേകത്തിനകത്ത്. അപ്പോൾ നമുക്ക് ഒരു 2-3 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കയ്യിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി, മോനെ മോളെ നിന്നെ ഞാൻ ഒരു ഡോക്ടർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നീ ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്നത് ചെയ്യണം എന്നൊന്നും നമ്മൾ എഴുതി കൊടുക്കാറില്ല. കാരണം എന്താ? അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ ഇതുകൊണ്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടം തന്നെയാ. പക്ഷേ അതിനെ ക്രമേണ വളർത്തി വലുതാക്കി നമ്മൾ അവരെ കുറിച്ചുള്ള നമ്മുടെ നല്ല സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. ഇതുപോലെ ദൈവത്തിന്റെ തിരുഹിതം എല്ലാം നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ, നമുക്കറിയാവുന്ന കഥയാണ്, നടന്ന സംഭവമാണ്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയാകുന്ന ജനം. അപ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം അവരോട് പറഞ്ഞില്ല അവരൊരു യോർദാനെ ഫേസ് ചെയ്യും, അവരൊരു ചെങ്കടലിൽ വരും, അവർ യുദ്ധങ്ങൾ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ ദൈവം നമ്മളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന സകല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സകലതും ദൈവം അറിയുന്നുണ്ട്. അതിനെ എല്ലാം തരണം ചെയ്യാനുള്ള പ്രൊവിഷൻസും കൂടെ കർത്താവ് റെഡിയാക്കിയിട്ടാണ് നമ്മളെ വിളിച്ചത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം വളരണം. നാം എല്ലാവരും ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞവരും വിശ്വാസികളും ഒക്കെ ആയിരിക്കാം. നാം എല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇതിൽ എത്ര പേർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഒരു പ്രസംഗം, ഇന്നത്തെ ഇപ്പൊ മെസ്സേജ് കേട്ടാൽ എന്നോട് പലരും മെസ്സേജ് അയക്കാറുണ്ട്, അവർക്ക് വളരെ അനുഗ്രഹമായിരുന്നു, ഞാൻ ഈ മീറ്റിംഗ് നിർത്തണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോഴും പലരും പറഞ്ഞു ഇല്ല സ്റ്റാലിബദ്രെ കുറച്ച് ദിവസം കൊടുത്ത് പോകട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ അതിൽ എനിക്ക് മാനുഷികമായിട്ട് എനിക്കൊരു സന്തോഷം തോന്നും. ശരിയാ, നമ്മൾ പറഞ്ഞ പ്രസംഗം അവർ കേട്ടു, ആളുകൾക്ക് അനുഗ്രഹമായി. പക്ഷെ അതിനല്ല ഈ മീറ്റിംഗ് നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമല്ല, ഒരു സന്തോഷമല്ല നമുക്ക് വേണ്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയണം. എപ്പോഴും ശിശു ആയിരിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ ശിശു ആയിരിക്കുന്നിടത്തോളം നമ്മൾ ആരേക്കാൾ, ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി സർവത്തിന് യജമാനനാ. ഗലാത്യ ലേഖനം 4 അവകാശി സകലത്തിന് യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ. അപ്പോൾ പിതാവ് നിശ്ചയിക്കുന്ന ഒരു അവധിയുണ്ട്. ഏതാ അവധി? 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമായ ഒരു കൊച്ചിനെ ഒരിക്കലും അധികാരങ്ങൾ ഒരു പിതാവ് ഏൽപ്പിക്കത്തില്ല, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കത്തില്ല. അവൻ പ്രായപൂർത്തിയായി 18-20 വയസ്സായി അറിവായി കഴിയുമ്പോഴേ അവനെ ഏൽപ്പിക്കത്തുള്ളൂ.
അപ്പോൾ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് പോകുവാൻ ബന്ധപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒത്തിരി ദൂതുകൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി സ്വപ്നങ്ങൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി വാക്തത്വങ്ങൾ തന്നിട്ടുള്ളവരായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ തന്നെ എന്റെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്താണ് ആ പർപ്പസ്, എങ്ങനെ അത് നിറവേറും, ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്, ഞാൻ എന്താ പഠിക്കേണ്ടത്, ഏത് ജോലിയിലേക്കാ മാറേണ്ടത്, ആരെയാ വിവാഹം കഴിക്കേണ്ടത്, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിലാണ് നാം എല്ലാവരും. വചനം പറഞ്ഞിരിക്കുന്നു, പിതാവ് ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി വരെ, ആ അവധി കഴിയുമ്പോൾ മാത്രമേ നമ്മളെ അത് ഏൽപ്പിക്കത്തുള്ളൂ. ഇപ്പോൾ വിവാഹം കഴിക്കുന്നതോ ജോലി കിട്ടുന്നതോ പഠിക്കുന്നതോ ഒന്നുമല്ല നമ്മളുടെ അൾട്ടിമേറ്റ് പർപ്പസ്. നാം അത് മനസ്സിലാക്കണം. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിനകത്തൂടെ എല്ലാം ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മളുടെ അവസാന നാളിൽ നാം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ, നാം പുറകോട്ട് നോക്കുമ്പോൾ നാം മനസ്സിലാവും, നമ്മളെ കുറിച്ച് ദൈവം ചെയ്യിക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്തു തീർത്തോ, അതോ ചെയ്തില്ലയോ എന്ന്. അല്ലെങ്കിൽ ചിലർ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസോടെ അവർ പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഡോക്ടർ രവിയുടെ അവസാന നാളുകളിലെ വാക്കുകൾ വളരെ പ്രത്യാശയുള്ളതായിരുന്നു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ തികച്ചു, താൻ നിത്യരാജ്യത്തിലേക്ക്, തന്റെ ഭവനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. ഈ ദിവസങ്ങൾക്ക് എന്നുള്ള മെസ്സേജാണ് അവസാന നിമിഷങ്ങൾ പോലും താൻ കൊടുത്തത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ എഴുതി തിമോത്തിയോസ് ലേഖനത്തിൽ, അല്ലെ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആർക്കാണ് അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ കഴിയുന്നത്? ഈ വാക്യം ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളത് നിങ്ങളെ പോലെ ശവസംസ്കാര ശുശ്രൂഷ സമയത്താണ്, അല്ലെ? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയിൽ ആരാ ഇത് പറയുന്നത്? ജീവനോടെ ഇരിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് നിന്ന് മരിച്ചു കിടക്കുന്ന അപ്പച്ചനെയോ അമ്മച്ചിയോ ദൈവദാസനെയോ നോക്കി, നമ്മൾ അവരെ നോക്കിയാ പറയുന്നത് എന്തുവാ? ഈ വ്യക്തി നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആക്ച്വലി പൗലോസ് എഴുതിയപ്പോൾ അത് എങ്ങനെയായിരുന്നു? താൻ ജീവനോടെ ഇരിക്കുമ്പോൾ ജീവനുള്ള തലമുറയെ നോക്കി, അല്ലെങ്കിൽ വരുവാനുള്ള തലമുറയോട് താൻ ഒരു ദൂത് കൈമാറിയിട്ടാ പോയത്, അല്ലെ? താൻ ജീവനോടിരിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ അപ്പോസ്തലൻ പറയുക, വരുവാനുള്ള തലമുറകളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ദൈവസഭകളെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിയേ, വചനം എഴുതി വെച്ചത് എന്തുദ്ദേശത്തില്ല? ജീവനോടെ ഇരിക്കുമ്പോൾ വരുവാനുള്ള തലമുറയെ നോക്കി നല്ല ഓട്ടം ഓടിയ, നല്ല സാക്ഷ്യം പ്രാപിച്ച, പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം തികച്ചു എന്ന ധൈര്യത്തോടെ പറഞ്ഞ ഒരു തലമുറ. ഇതാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ വന്ന് ഇപ്പോൾ നമ്മുടെ കാലഘട്ടമായപ്പോൾ നാം എങ്ങനെയാ? ജീവനോടെ ഇരിക്കുന്ന ഒരു തലമുറ, മരിച്ചുപോയ ഒരു തലമുറയെ നോക്കി നമ്മൾ പറയുന്നു, അവർ നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നാൽ വചനം എഴുതിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ജീവനോടെ ഇരുന്ന അപ്പോസ്തലന്മാർ അവർ എഴുതി വെച്ചു, വരുവാനുള്ള തലമുറയെ നോക്കി, എന്നെ നോക്കിയേ, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ നമ്മോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ നാം ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് നിശ്ചയമുണ്ടോ നാം ഓടുന്ന ഓട്ടം ഏതാണെന്ന്? നാം നിശ്ചയമുണ്ടോ നാം നല്ലൊരു പോരാട്ടമാണോ വഹിക്കുന്നതെന്ന്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് ലേഖനത്തിൽ എഴുതി, ഞാൻ ആകാശത്തേക്ക് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്, എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഏത് യുദ്ധമാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്റ്റാൻലി, എനിക്ക് പലരോടും നോ പറയാൻ കഴിയുന്നില്ല. എന്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർ ക്ഷണിക്കുമ്പോൾ, അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരോടുകൂടെ മിനിസ്റ്റർ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യമാണെങ്കിലും, നല്ല കാര്യമാണെങ്കിലും, അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നല്ല ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്ര നല്ല കാര്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവരും എല്ലാം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യത്തിൽ ഓരോരുത്തർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് ഉണ്ട്, ഓരോരുത്തർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മിഷൻസ് ഉണ്ട്. അതിലേക്ക് നാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ദൈവരാജ്യത്തിന് അത് പ്രയോജനപ്പെടത്തുള്ളൂ. എന്റെ ഒരു സ്വഭാവം വെച്ച് എന്നെ അടുത്തറിയാവുന്ന പലരും ഇതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഏത് കാര്യത്തിനും ആരോടും നോ പറയത്തില്ലായിരുന്നു. ഏത് കാര്യത്തിനും മുമ്പിലുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം. ആമേൻ, ഹല്ലേലൂയ. പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ അതിന്, ആളുകളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിന്, മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിന്, ഫണ്ട് റൈസ് ചെയ്യണം, എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടാറുള്ളതായിരുന്നു. ആരും എന്ത് പറഞ്ഞാലും ഞാൻ നോ പറയില്ല. ഒരുപാട് പരിധികൾക്ക് അപ്പുറത്ത് പോയി അനേകരെ സഹായിക്കുകയൊക്കെ ചെയ്ത അനുഭവം എനിക്കുണ്ട് ചെറുപ്പകാലം മുതൽ.
അവൻ ഒരുപാട് വലിയ അനുഭവങ്ങൾ, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും തളർത്തിയിട്ടില്ല. എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ നാം ചെയ്യാവൂ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ വിഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതി, താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു, താൻ എന്ത് പോരാട്ടമാ പോരാടുന്നത്, താൻ എന്ത് യുദ്ധമാ ചെയ്യുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ നാൾ വരെ സൂക്ഷിപ്പാൻ ശക്തനാ. അങ്ങനെയുള്ള ഒരു ഭക്തൻ എഴുതി വെച്ചു. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നാം എന്താ ഇവിടെ ചെയ്യുന്നത്? മരിച്ചു കിടക്കുന്ന ഒരു തലമുറയെ നോക്കി ജീവനുള്ള ഒരു തലമുറ വിളിച്ചു പറയുക, ഇദ്ദേഹം നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ ദേഹത്തോടൊന്ന് ചോദിച്ച്, തനിക്ക് ഉറപ്പുണ്ടായിരുന്നോ താൻ നല്ലപോലെ പൊരുതുവെന്ന്, നല്ല ഓട്ടം തികച്ചെന്ന് ഒരിക്കലും അവർക്ക് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ ആയുസിന്റെ അവസാന നാൾ വരെ നമ്മളെ കരുതാൻ ദൈവം ശക്തനാ. നാം ദൈവത്തിന്റെ പദ്ധതി നിവൃത്തിയാക്കിയാലും ഇല്ലെങ്കിലും അവൻ നമ്മെ സൂക്ഷിക്കും. എന്നാൽ അതിനകത്ത് എന്നെ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞോ എന്ന് നാം ചിന്തിക്കണം. രണ്ട് ദൗത്യങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജനറൽ ആയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പുറകിൽ രണ്ട് പ്രധാന ദൗത്യങ്ങളുണ്ട്. ഒന്ന്, ആസ് ആൻ ഇൻഡിവിജ്വൽ God wants us to be in eternity. ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ നിത്യതയിൽ മടങ്ങിയെത്തണം, കർത്താവിന്റെ സന്നിധിയിൽ തികച്ചെത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ നിത്യത നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഒന്ന്, വ്യക്തിപരമായി അവിടെ നിങ്ങൾ തനിയെയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, ഒരു ഭാര്യയായിരിക്കാം, ഒരു മകനോ മകളോ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കാം ഈ ലോകത്തിൽ. എന്നാൽ ദൈവസന്നിധിയിൽ നിങ്ങൾ തനിയെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നാം തനിയെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഇൻഡിവിജ്വലി നാം നിത്യതയിലെത്തണം. അതാണ് മിഷൻ 1. രണ്ടാമത്തെ മിഷൻ, നമ്മിലൂടെ ഈ ലോകത്തിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടതിന്റെ പുറകിലുള്ള രണ്ടാമത്തെ വലിയ ഉദ്ദേശം, അത് ഒന്നാമത്തെ മിഷനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ മിഷൻ, ടു ദ പീപ്പിൾ അറൗണ്ട് us, ടു ദ സൊസൈറ്റി അറൗണ്ട് us, ടു ദ വേൾഡ് വി ആർ ലിവിംഗ് ഇൻ, ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനു വേണ്ടി നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഇടയിൽ, നമ്മളെ ഏൽപ്പിച്ച ആളുകളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു മിഷൻ ഉണ്ട്. ആ മിഷൻ അത് ദൈവം ടൈം ടു ടൈം ആയിരിക്കും നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മിഷൻ നമ്മളെ സംബന്ധിച്ചുള്ളതിന്റെ എല്ലാം അടിസ്ഥാനം ഇതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിത്യതയിൽ മടങ്ങിയെത്തേണ്ടതിനും നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതി, അതിനകത്ത് പെർഫെക്റ്റ് വിൽ എന്ന് പറയുന്നത് ടൈം ടു ടൈം ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, നാം ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് ആയി മുന്നോട്ട് പോകാൻ നാം തയ്യാറെടുക്കുമ്പോൾ അതിനു വേണ്ടുന്ന അടിസ്ഥാനങ്ങൾ ഇതിനുള്ളപ്പോൾ തന്നെ നാം ഇടപെടാൻ പോകുന്ന ആളുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ടൈം ടു ടൈം അവരെല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ളവരാകണമെന്നില്ല. നാം കാണുന്ന എല്ലാവരും വിശ്വാസികളാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്ന ആളുകൾ എല്ലാവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകണമെന്നില്ല. ജാതികൾ ഉണ്ടായിരിക്കാം, പാപികൾ ഉണ്ടായിരിക്കാം, പല വിഭാഗത്തിലുള്ളവരായിരിക്കാം, പല മതക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവിക പദ്ധതിയോട് പലപ്പോഴും മത്സരിക്കുന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ് ദൈവത്തിന്റെ തിരുഹിതം അപ് ടു ഡേറ്റ് ആയിട്ട് ടൈം ടു ടൈം നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, രണ്ട് മിഷനാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ളത്. ഒന്ന്, നാം നിത്യതയിൽ എത്തണം. നമ്മളെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയിലേക്ക് വിട്ടു. ഇവിടുത്തെ വേല തികച്ച് നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമ്മൾ അവിടെ എത്തണം. അതിന് വേണ്ടുന്നതെല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, കർത്താവിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കും. രണ്ട്, ഈ ലോകത്തിൽ നമുക്കൊരു മിഷൻ ഉണ്ട്. അത് നമ്മുടെ വൈഫ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ സർക്കിൾ മാത്രമല്ല, അതിനപ്പുറത്ത് ലോകത്ത് ഒരുപാട് പേരോട് നമ്മൾ സംവദിക്കുന്നവരാണ്. We are in communication with many people around us, in our college, in our workplace, in our business, in our neighbors. എന്നാൽ ആ സംസാരിക്കുന്ന, ആ ഇടപെടുന്ന ആളുകൾ അവരെല്ലാവരും ദൈവത്തെ അറിയുന്നവരാകണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയോട് എപ്പോഴും ഒരു മത്സരമുണ്ട്, എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ട് അവിടെ. ആർക്ക്? ആ വ്യക്തികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് എങ്ങനെ ഇടപെടണമെന്ന് ഓൺ ആൻഡ് ദെയർ
ഓൺ ദ സ്പോട്ട് ദൈവം നമ്മളോട് ഇടപെടും. ദൈവം നമുക്ക് പറഞ്ഞു തരും. ദൈവം തന്റെ സ്ട്രാറ്റജീസ് നമ്മളോട് അറിയിച്ചു തരും. അതൊരിക്കലും മുന്നമേ പറയത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തിനകത്ത് എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഫാമിലി എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ പ്ലാൻ മേക്ക് ചെയ്യും. ഓക്കെ, ഇന്ന് ഞങ്ങൾ ഇത് ചെയ്യും, നാളെ ഞങ്ങൾ ഇത് ചെയ്യും, അല്ലെങ്കിൽ ജൂണിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് പോകുന്നു. ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യാം. കാരണം എന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് എന്റെ റിലേഷൻഷിപ്പ്, എന്റെ കുടുംബമാണ്. എന്നാൽ ഈ ലോകത്തിലെ ഒരു വിഷയം, ഞാൻ ജോലി സ്ഥലത്ത് എന്റെ ജോലി എന്ത് സംഭവിക്കും, എന്നോട് കൂടെ വർക്ക് ചെയ്യുന്നവർ എന്തായിത്തീരും, അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ ബിസിനസ് അത് എങ്ങനെ ആയിത്തീരും, എന്റെ പഠിത്തം, അതിനുശേഷം ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എവിടെ എനിക്ക് ജോലി കിട്ടും, ഈ പഠിച്ചു കഴിയുമ്പോൾ ലോകത്തിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഇതൊന്നും നമ്മുടെ അധികാരത്തിനകത്ത് പെടുന്നതല്ല. പക്ഷെ അധികാരമുള്ള ഒരുവനുണ്ട്, അതാണ് സ്വർഗത്തിലെ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മിഷൻ ഈ ലോകത്തിൽ എന്നിലൂടെ ചെയ്യപ്പെടേണ്ട, പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം എവിടെ അയക്കുന്നോ, നമ്മളെ കോളേജിലാണെങ്കിലോ, ജോലി സ്ഥലത്താണെങ്കിലോ, ബിസിനസ്സിലാണെങ്കിലോ, സഭയിലോ, ഈ സൊസൈറ്റിയിൽ, ഈവൻ ഒരു സ്ഥലത്ത് നമ്മൾ വീട് വാങ്ങിച്ച് താമസിക്കുന്നതിനകത്ത് പോലും ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് പോലും ആ സ്ഥലത്ത് നിങ്ങൾ എത്തുന്നതിനകത്ത് ദൈവത്തിന് ഒരു മിഷൻ ഉണ്ട്. എത്ര പേർ അത് വിശ്വസിക്കും? എത്ര പേർക്ക് അതിനോട് ആമേൻ പറയാൻ കഴിയും? നിങ്ങൾ അവിടെ പോകുന്നതും വരുന്നതിനകത്ത് പോലും ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് പൂർണ്ണമായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തെ ആ മിഷൻ, ഈ ലോകത്തിൽ നമ്മൾ ചെയ്തെടുക്കുവാനുള്ള മിഷനിൽ ഓൺ ആൻഡ് ദെയർ, അപ് ടു ഡേറ്റ് ആമേൻ ഡൗൺലോഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇത് കോപ്പി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇൻസ്റ്റന്റ് ആയിട്ട് കർത്താവ് നമ്മളോട് ഇടപെടും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലപ്പോൾ അവൻ വഴികളെ അടയ്ക്കും, ചിലപ്പോൾ അവൻ വഴികളെ തുറക്കും. ചിലപ്പോൾ അവൻ നമ്മളോട് പറയും, വേണ്ട മോനെ, അതിലേക്ക് നീ ഇടപെടണ്ട. ചിലപ്പോൾ പറയും, ധൈര്യമായി സ്റ്റെപ്പ് വെച്ചോ. മുമ്പിൽ ഒന്നും കണ്ടില്ലെങ്കിലും ചിലപ്പോൾ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. അതാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവ ശബ്ദം നാം കേൾക്കുന്നവരായിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടെങ്കിൽ മാത്രമേ, ഈ ശിശു ആയിരിക്കുന്നത് വളർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് തനിയെ ചില കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒരു അപ്പന്റെയും അമ്മയുടെയും കൂടെ ഒരു കുഞ്ഞ് യാത്ര ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ തനിയെ എന്നിലൂടെയും നിന്നിലൂടെയും ഉള്ള ദൈവിക പദ്ധതികൾ നിറവേറപ്പെടണമെങ്കിൽ ആമേൻ അങ്ങനെ ദൈവശബ്ദം കേൾക്കുവാൻ നാം ശീലിക്കണം. ഡോക്ടർ രവിയുടെ ജീവിതത്തിൽ, തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ താൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആരംഭിച്ചു, ദൈവത്തോട് സംസാരിക്കുവാൻ ആരംഭിച്ചു, ദൈവം തുറന്ന വാതിലിലൂടെ താൻ പോകുവാൻ ആരംഭിച്ചു. ആമേൻ. തന്റെ ഒരു ഫേമസ് ഇന്റർവ്യൂ നാം എല്ലാവരും കണ്ടവരാ അല്ലെ? ഇന്ത്യൻ എയർഫോഴ്സിൽ താൻ സെലക്ട് ആയി അതിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂലായിരിക്കുമ്പോൾ അവൻ തന്നെ ഇന്റർവ്യൂ ചെയ്ത എയർഫോഴ്സ് ഓഫീസർ തന്നോട് ഇങ്ങനെ പറഞ്ഞു, ലെഫ്റ്റനന്റ് രവി, യു ആർ എ യങ് ജെന്റിൽമാൻ, യു ആർ എൻ അമേസിംഗ് മാൻ, നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ, ബട്ട് യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് വർക്ക്. ഈ ജോലിക്ക് നിങ്ങൾ യോഗ്യനല്ല. അദ്ദേഹം അതിനുള്ള കാരണം പറഞ്ഞു, സൈക്കോളജിക്കലി ഐ നോ ദാറ്റ് യു കനോട്ട് കിൽ സംവൺ, ദിസ് ജോബ് ഇസ് ടു കിൽ സംബഡി. അവൻ ഈ ജോലി എന്ന് പറഞ്ഞാൽ ചിലരെ കൊല്ലുന്നതാണ്, നീ സൈക്കോളജിക്കലി അതിന് ഫിറ്റ് അല്ല എന്ന് ആ മനുഷ്യൻ രവിയോട് മറുപടി പറഞ്ഞു. താൻ വളരെ തകർന്നു പോയി എന്ന്. എന്നാൽ താൻ പറയുകയാണ്, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ആ വാതിൽ എനിക്ക് വേണ്ടി ദൈവം അന്ന് അടച്ചത്. അന്ന് ആ വാതിൽ അടഞ്ഞത് കൊണ്ടാണ് ഇന്ന് ലോകം അറിയുന്ന ഒരു രവി സക്രിയാസ് ഉണ്ടായത്. ആമേൻ. താൻ കാനഡയിലായിരുന്നപ്പോൾ തന്റെ മറ്റൊരു അനുഭവം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആമേൻ. അല്ല, വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് ആ സോൾജേഴ്സിന്റെ ഇടയിൽ ആമേൻ സുവിശേഷവുമായി താൻ പോയി ചാപ്ലൈനായിട്ട്. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ആമേൻ ഒരു ദിവസം അവരുടെ ജീപ്പ് ആമേൻ കടന്നു പോയപ്പോൾ ആ ജീപ്പ് ആമേൻ കേടായി, എഞ്ചിൻ ഓഫായി, അവർക്ക് വഴിയിൽ നിൽക്കേണ്ടി വന്നു. ആമേൻ. ചില സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു ജീപ്പ് അതുവഴി പാസ് ചെയ്തു പോയി. ഇവർ കൈ കാണിച്ചു അവർക്കും കൂടെ ലിഫ്റ്റ് കൊടുക്കണമേ എന്ന്. എന്നാൽ ആ ജീപ്പ് അവിടെ നിർത്തിയില്ല. ആമേൻ. അവരെ വിട്ടത് കടന്നുപോയി. ആമേൻ. ചില മണിക്കൂറുകൾക്ക് ശേഷം ഇവർ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജീപ്പിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായി, ഇവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഡോക്ടർ രവി സക്രിയാസും തന്റെ കൂടെയുള്ള ആളുകളും കൂടെ ആ ജീപ്പിൽ യാത്ര ചെയ്തു പോകുമ്പോൾ കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മുൻപേ കടന്നുപോയ ആ ജീപ്പിൽ മുഴുവൻ വെടിയുണ്ടകൾ തറച്ച് അതിനകത്തിരുന്ന 4 പേരും കൊല്ലപ്പെട്ട് വഴിയരികിൽ ആ ജീപ്പ് കിടക്കുന്നത് താൻ കാണുവാനിടയായി തീർന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, തന്റെ വാഹനം ആ സമയത്ത് അവിടെ കേടായി തീർന്നു. അതിനുശേഷം താൻ വീണ്ടും ശ്രമിച്ചു അടുത്ത ഒരു വഴിയിൽ മുന്നോട്ട് പോകുവാൻ. അവിടെയും ആ വഴി തുറന്നില്ല. എന്തായിരുന്നു അതിന്റെ അർത്ഥം?
ദൈവത്തിന്റെ പദ്ധതി രവിയെ പറ്റിയുള്ളതെന്ന് തീർന്നില്ല. താൻ ഇങ്ങനെ എഴുതി വെച്ചു, when it is not God's time, nothing can stop you, even if you try. നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് യാത്രയാകാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, നാം അറിയാതെ പോലും നമ്മളെ നശിപ്പിക്കുവാനും നമ്മളെ തകർക്കുവാനും വരുന്ന സാഹചര്യങ്ങളിൽ ദൈവം അതിനെ തടയുവാനിടയായി തീരും. നാം ഇറങ്ങി പോകണമെന്ന് വിചാരിച്ചാൽ പോലും ദൈവം ചില വാതിലുകളെ കൊട്ടിയടയ്ക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേരുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം അടച്ച വാതിലുകളുണ്ട്? നാം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും ചില വാതിലുകൾ തുറന്നിട്ടില്ല. കാരണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം പലതും വലിച്ചു തുറക്കാൻ നോക്കിയിട്ടും അവൻ അത് തുറന്നില്ല. ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മളെ കൈവിട്ടു പോയി. എന്താ ഈ ചെറിയ പാഠങ്ങൾ തരുന്നത്? ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലുള്ളത് മാത്രമേ തുറക്കപ്പെടത്തുള്ളൂ. അങ്ങനെ ഒരു വാക്കില് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ തുടർന്നുള്ള വഴികളിൽ ദൈവം തന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. ദൈവം തനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചുറ്റും കാണുന്ന, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇന്ന് ചുറ്റും കാണുന്ന ഒരുപാട് കൂട്ടായ്മകൾ, ഒരുപാട് രാജ്യങ്ങൾ, അനേകർ അവരുടെ സ്വന്തം രാജ്യങ്ങൾ പണിയുവാൻ വെമ്പൽ കൊള്ളുകയാണ്. ഒരുപാട് ആളുകളെ കൂട്ടി, ആമേൻ, ഒരുപാട് മീഡിയയുടെ ഹെൽപ്പോടുകൂടി ഒക്കെ അനേകർ ഇന്ന് രാജ്യങ്ങൾ പണിഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ദൈവം വിളിച്ചിറക്കിയവർ അങ്ങനെ ആയിരുന്നില്ല. അവരെ ദൈവം ആദ്യം പണിഞ്ഞു, ആദ്യം അവരെ ദൈവം ബിൽഡ് ചെയ്തു, ആദ്യം ദൈവം അവരെ വളർത്തി, അവരിലൂടെ ദൈവം തന്റെ രാജ്യം വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവരാജ്യം എന്നിലും നിന്നിലും വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ലോകത്തിലെ ഒരു സപ്പോർട്ടും അതിനാവശ്യമില്ല. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ലോകത്തിന്റെ സപ്പോർട്ട് സ്വർഗത്തിന് ആവശ്യമില്ല. എന്നാൽ ദൈവം ആളുകളെ ഉപയോഗിക്കും. We will not go behind provisions. Provisions will come behind you. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ നന്മയെ നോക്കി നമ്മൾ ഓടത്തില്ല. എന്നാൽ നമ്മുടെ ഓട്ടത്തിൽ വേണ്ടുന്ന നന്മയെ ദൈവം തരും. ലോത്ത് എന്താ ചെയ്തത്? ഈ ലോകത്തിലെ നന്മകളെ നോക്കി താൻ പോയി, എന്നാൽ തനിക്കത് നാശമായി തീർന്നു. എന്നാൽ അബ്രഹാം എന്താ ചെയ്തത്? ആമേൻ, താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ, കേട്ട ശബ്ദത്തോട് അനുസരണ കാണിച്ചിട്ട് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ താൻ അനുസരിച്ചു യാത്രയായി. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന വാഗ്ദത്തത്തെ ആശ്രയിച്ചുകൊണ്ട്, മുൻപിൽ ഒന്നും കാണുന്നില്ലെങ്കിലും, എവിടേക്കാ പോകുന്നതെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ദൈവം എന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചു പോയാൽ ഓരോ ജംഗ്ഷനിലും, ഓരോ വളവിലും, ഓരോ വഴിയിലും കർത്താവ് നമ്മളോട് ഇറങ്ങി വന്ന് പറയും, അബ്രഹാമേ, പ്രിയ സഹോദര സഹോദരി, ഇവിടെ നിൽക്ക്, ഇവിടുന്ന് വലത്തോട്ട് തിരി, ഇവിടുന്ന് ഇടത്തോട്ട് തിരി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൊവിഷനും ലാക്ക് ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രൊവിഷന്റെ പുറകെ അല്ല പോകേണ്ടത്. പ്രൊവിഷൻ ഷുഡ് ഫോളോ യു. ആമേൻ. ഈ ലോകത്തിൽ എന്തെങ്കിലും നമ്മളല്ല കെട്ടിപ്പടുക്കേണ്ടത്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കെട്ടിപ്പടുത്തേണ്ടത്. ആമേൻ. അങ്ങനെ അറിയണമെങ്കിൽ, ആമേൻ, ദൈവം ഓൺ ആൻഡ് ദെയർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ, ആമേൻ, അവിടെ ദൈവം എന്നോടും നിന്നോടും പറയും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രണ്ട് മിഷൻ ഉണ്ട് ഒരു വ്യക്തിയെ പറ്റി. ഒന്ന്, നാം നിത്യതയിൽ എത്തിച്ചേരണം. ആസ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ നാം സ്വർഗരാജ്യത്തിൽ തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തണം. രണ്ട്, നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടതിന്റെ ഉദ്ദേശം അത് ഈ ലോകത്തിൽ നിറവേറപ്പെടണം. ഈ രണ്ടാമത്തെ കാര്യം സംഭവിക്കണമെങ്കിൽ നാം ആത്മാവിൽ വളരണം, നാം പക്വതയിലേക്ക് വരണം, നാം ജീവൻ പ്രാപിക്കണം, നാം മനസ്സിലാക്കണം കർത്താവ് എന്നെ അയച്ചതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, എനിക്ക് എന്റെ ദൈവശബ്ദം കേൾക്കണം. ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് രാവിലെ ഞാൻ നിങ്ങളെ വളരെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രസംഗത്തിലൂടെ കേൾക്കുന്നത് നല്ല കാര്യമാണ്. അവൻ പാസ്റ്റേഴ്സിലൂടെ, പ്രവാചകന്മാരിലൂടെ ഒക്കെ കേൾക്കണം, അത് നമ്മളെ ബലപ്പെടുത്തും. എന്നാൽ അതിനപ്പുറത്ത് ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആമേൻ ദൈവത്തിൽ നിന്ന് കേട്ട് മുന്നോട്ട് പോകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവം നോക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തന്മാർ ആരാണ്? കർത്താവ് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുമോ, അതോ ചുറ്റുമുള്ള ശബ്ദങ്ങൾക്ക് നാം കീഴ്പ്പെട്ടു പോകുമോ? ഇന്ന് ആമേൻ, റവി സക്കറിയാസിനെ നമ്മൾ അറിയുന്നു. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഡോക്ടർ റവി സക്കറിയാസിനോട് ദൈവം ഇടപെട്ടതുപോലെ, ബില്ലി ഗ്രഹാമിനോട് ദൈവം ഇടപെട്ടതുപോലെ ഒത്തിരി പേരോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് പ്രതികരിച്ചവരെയാണ് ദൈവം ഉപയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവം പലപ്പോഴായി ഇടപെട്ട ഒരുപാട് ഇടപെടലുകളുണ്ട്. ഒരുപാട് മേഖലകളിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നാം അതിനോട് എത്രമാത്രം ഒബീഡിയന്റ് ആയിരുന്നു? എന്തുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തത്? ദൈവത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, പലപ്പോഴും അനുസരിക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ കുറച്ച് ഭാവനകളുണ്ട്, നമ്മുടെ ഉള്ളിൽ കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സ്വപ്നങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇന്ന രീതിയിലൊക്കെ പോയാലേ കഴിയത്തുള്ളൂ.
ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ നമുക്ക് അനുസരിക്കാൻ കഴിയാതെ വരുന്നത്. എന്നാൽ കർത്താവിനെ പറ്റി പറയുന്നത് താൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, അതുകൊണ്ട് അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ അനുഗ്രഹിച്ചു, സകലത്തിനും മീതെ ഇരുത്തി. പലപ്പോഴും നമ്മൾ കാണുന്ന പലതിനെയും നോക്കി നാം സ്വപ്നം കാണുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നാം കാണാത്ത പലതും നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പല യുദ്ധങ്ങളും നമ്മൾ അറിയുന്നില്ല. നമ്മളെ എന്നെ തകർത്ത് കളയേണ്ടതാ. നമ്മൾ അറിയാതെ നടന്ന ഒത്തിരി യുദ്ധങ്ങളുണ്ട്. അവിടെ എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചു. പലപ്പോഴും നമ്മൾ അതിന്റെ ഉപരിതലം മാത്രമേ കാണത്തുള്ളൂ. ഒരു വലിയ മഞ്ഞുമലയുടെ മുകൾ ഭാഗം നിൽക്കുന്നത് പോലെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നാം ഉറങ്ങിക്കിടന്നപ്പോഴും നാം അറിയാതിരുന്നപ്പോഴും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൂതന്മാരുടെ സൈന്യം എന്റെയും നിന്റെയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഇന്ന് വരെ വന്നത്. അതുകൊണ്ട് ചുറ്റും കാണുന്ന പലതിനെ നോക്കി നാം സ്വപ്നം കണ്ടിട്ട് ദൈവത്തെ നിർബന്ധിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ കാണുന്ന വേദനയോടെ കാണുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് സമയമായി, അല്ലെ കൊറോണ കാലമായി, നമ്മുടെ ഈ മീറ്റിംഗ് പോലും നമ്മൾ ആരംഭിച്ചത് ഈ കൊറോണയുടെ ഈ സമയത്താണ് പ്രത്യേകിച്ച് ഇത് തുടങ്ങിയത്. കാരണം ജനത്തെ ഒന്ന് ബലപ്പെടുത്തുവാൻ, ജനത്തെ ദൈവമായിട്ട് ഒന്ന് അടുപ്പിക്കുവാൻ. ഇന്ന് ഞാൻ താമസിക്കുന്ന രാജ്യം ഉൾപ്പെടെ പലയിടത്തും അനേകർ നിർബന്ധിച്ച് സഭകൾ തുറക്കുകയാണ്, ഗവൺമെന്റിന് മേൽ പ്രഷർ കൊടുത്ത്. അവരുടെ എന്താ ഇന്ന് പല സഭാ നേതാക്കന്മാരും സഭകളും ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റിയിലാണ്. അവർക്ക് ഭയമാണ്. എന്താ ഭയം? സമ്പത്ത് കുറയുമോ, വരുമാനം കുറയുമോ? ഇങ്ങനെയുള്ള ഭയത്തിന്റെ പുറത്ത്, അല്ലാതെ ദൈവത്തിനുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടത്, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പലരും അംഗീകരിച്ചെന്ന് വരാം, അംഗീകരിച്ചില്ലെന്ന് വരാം. എന്നോട് ദേഷ്യം തോന്നി നിന്നാൽ ഞാനത് വിളിച്ചു പറയും. ദൈവം അനുവദിച്ചിട്ടായി കൊറോണ വന്നിരിക്കുന്നത്. അതിനകത്ത് തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ ഇത് തുടരും. അവന്റെ അവധിയോളം ഇത് തുടരും. ഇതിനകത്ത് ആരും പ്രാർത്ഥിച്ച് തമ്പുരാന്റെ കൈ മടക്കാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. വചനം പറയുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതൊക്കെ മാറണമെങ്കിൽ. അങ്ങനെ മാറുന്നെങ്കിൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തിരിഞ്ഞ് ദുർമാർഗങ്ങളെ വിട്ട് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, ഇന്ന് അങ്ങനെയല്ല. എന്റെ മുഖം അന്വേഷിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നേ. നമ്മുടെ സഭകൾക്ക് എന്താ പറ്റിയത്? നമ്മുടെ കൂട്ടായ്മകൾക്കും നമ്മുടെ സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും എന്താ പറ്റിയത്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാ പ്രവാചകനോട് ദൈവം ഇടപെടുന്നത്. യഹോവ എവിടെ എന്ന് എന്റെ പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. യെരമ്യാവ് 2:8. ന്യായപ്രമാണ ജ്ഞാനികൾ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. അതിന്റെ 13, യെരമ്യാവ് 2:13. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കിലേക്ക് നോക്കുന്നതിന് പകരം മനുഷ്യനിലേക്ക് ദൈവജനത്തെ തിരിച്ചുവിട്ടതിന്റെ ഫലമായിട്ട് ദൈവം ഇടപെടും. ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ഒരിക്കലും മനഃപൂർവ്വം ആരെയും ദണ്ഡിപ്പിക്കത്തില്ല. ദൈവം ആരെങ്കിലും ശോധന തരുന്ന ക്രൂരനായ ദൈവമൊന്നും അല്ല. ഇത് സകല ജനത്തെയും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം തന്റെ ജനത്തോടുള്ള സ്നേഹം കൊണ്ട് ഇടപെട്ടതാ. തന്റെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ദൈവസഭയെ ദൈവം സ്നേഹിക്കുന്നു. ഇവർ നാശത്തിലേക്ക് പോകുന്നത് കൊണ്ട് ദൈവം ഇടപെട്ടതാ. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും ദൈവത്തിന്റെ തിരുമനസ്സിനെ മാറ്റാൻ കഴിയത്തില്ല. അവന്റെ മനസ്സിനെ മാറ്റാൻ കഴിയണമെങ്കിൽ ദൈവം ആഗ്രഹിച്ച ഒരു പദ്ധതി ഇതിനകത്ത് നടക്കണം. ഹല്ലേലൂയ. സകലവിധ അക്രമങ്ങളും അനീതിയും കറപ്ഷൻസും കള്ളത്തരങ്ങളും വ്യാജവും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കലേക്ക് സഭയുടെ നേതാക്കന്മാർ, ദൈവജനം മടങ്ങി വരുമ്പോൾ മാത്രമേ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. 21 പറ്റി ഒത്തിരി പേർക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. 40 ദിവസം ലോക്ക്ഡൌൺ നിർത്തിയപ്പോൾ 40 ദിവസം നോഹയുടെ അതും ഇതും ഒക്കെ പറഞ്ഞ് ഒത്തിരി എക്സ്പ്ലനേഷനും ഒത്തിരി പ്രസംഗങ്ങളും വന്നു. ഇപ്പൊ 40 കഴിഞ്ഞപ്പോ ഇനി എന്ത് എക്സ്പ്ലനേഷനാ കൊടുക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ജനത്തെ വിഡ്ഢിയാക്കുന്ന, ജനത്തിന്റെ ബിരുദ് തെറ്റിച്ചു കളയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോയത്. കഴിഞ്ഞ ദിവസം ദൈവനോട് ഇടപെട്ട കാര്യമുണ്ട്. നമ്മുടെ യാത്രയിൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഈ ലോകത്തിലെ ഒന്നിനും എന്റെ ഫോക്കസ് തെറ്റിക്കരുത്. ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ പ്രസംഗ വിഷയമാണ് ചിപ്പ് ഘടിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് ചിപ്പ് വന്നാലും, എത്ര വൈറസ് വന്നാലും, എന്തൊക്കെ വിഷയമുണ്ടായാലും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റാൻ എന്തിനെങ്കിലും കഴിയുമോ? ദൈവത്തെക്കാൾ ശക്തിയുള്ള ആരാ? ഇന്നും ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. യേശു ഇന്നും കർത്താവാ. യേശു ഇന്നും സിംഹാസനത്തിൽ ഇരിക്കുക. ദൈവമായി ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. എന്റെ ജീവിതത്തെ ഏറ്റവും അധികമായി എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എന്റെ കർത്താവാ. ഇതെല്ലാം നടക്കും. ഇതൊന്നും ഓർത്ത് ഞാൻ ഭയപ്പെടേണ്ട.
നല്ലതാ പ്രസംഗങ്ങളൊക്കെ, നമ്മൾ ഒരുക്കണം നമ്മളെ തന്നെ. പക്ഷെ ഇതിനെ ഒന്ന് ഓർത്ത് അതൊന്നും അല്ല എന്റെ വിഷയം. ഇന്നത്തെ വിഷയം എന്നെ ദൈവം ഭൂമിയിൽ വിട്ട ദൈവിക പദ്ധതി എന്നിലൂടെ നിറവേറണം, എന്റെ തലമുറകളിലൂടെ നിറവേറണം, എന്റെ കുടുംബത്തിൽ നിറവേറണം, എന്റെ ജീവിതത്തിൽ നിറവേറണം. ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രസക്തമല്ല. സഭയ്ക്കകത്ത് പോയിരുന്നാൽ മാത്രമല്ല നാം ദൈവശബ്ദം കേൾക്കേണ്ടത്. ദൈവസഭ നമുക്ക് ആവശ്യമാ, കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമാ, പ്രാർത്ഥന നമുക്ക് ആവശ്യമാ, പ്രസംഗങ്ങൾ പ്രവചനങ്ങൾ നമുക്ക് ആവശ്യമാ. എന്നാൽ ഇതിനപ്പുറത്ത് അവകാശി ശിശു ആയിരിക്കുവാനല്ല ആമേൻ അവകാശിയുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ശിശു ആയിരിക്കണമെന്ന് കാര്യവിചാരകന്മാർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? അവർക്ക് നല്ലതാ. ഈ പയ്യൻ വളർന്നില്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഇവന്റെ മേൽ അധികാരമുണ്ട്, ഇവനെ കൊണ്ട് പലതും ചെയ്യിക്കാം. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ, ഈ കുഞ്ഞിന്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് എന്താ? എന്റെ മോൻ വളരണം, എന്റെ മോൻ വളർന്ന് അവൻ അധികാരിയാകണം, അവൻ ഈ അധികാരങ്ങളെ തിരിച്ചറിയണമെന്ന ഒരു അപ്പൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കാര്യവിചാരകന്മാരുണ്ട്, അവരാഗ്രഹിക്കുന്നത് എന്തുവാ? ഈ അപ്പൻ ഇനി സന്തതി ഉണ്ടാകരുത്, ഈ അപ്പന് ഇനി സന്തതി ഉണ്ടാകരുത്, ഈ അപ്പന്റെ സന്തതി വളർന്നു വരരുത്, എന്നാലേ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. യെശയ്യാ പ്രവാചനത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചു, തകർക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ആമേൻ. അതിന്റെ 53 നമ്മളെപ്പോഴും കർത്തൃമേശ സമയത്ത് വായിക്കുന്നതാ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, 53-ാം അധ്യായം 10-ാം അധ്യായം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകർത്തിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. ഒരുപാട് അവകാശികൾ, ഒരുപാട് ദൈവമക്കൾ എഴുന്നേറ്റു വരണമെന്ന് സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. അവൻ മരിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാ. എന്തിനാ? നമ്മെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ. എന്തിനാ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്? അവിടെ ശിശുക്കളായിട്ട് ഇരിക്കാനല്ല, മറിച്ച് അവിടെ വളരുവാൻ, പുത്രൻ എന്ന അധികാരത്തിലേക്ക് വരുവാനാ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ യാഗമായത്. അങ്ങനെയുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതിയെ പോലും മറിച്ചു കളയുന്ന രീതിയിലായിരുന്നു കുറെ കാലമായിട്ട് ദൈവസഭയുടെ പോക്ക്. വിഗ്രഹങ്ങൾ എല്ലാവരും ഉളവായി. ഒരു മനുഷ്യനും ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. ഒറ്റ ഫോൺ മതി, ഒരു SMS ദൂത് വരും. ഒറ്റ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ ലൈനുകളുടെ ബഹളമാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട, അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇട്ടാൽ മതി. പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു വിഷയം വന്നാൽ എല്ലാത്തിനും ദൂതുണ്ട്, മെസ്സേജ് ഉണ്ട്. ആമേൻ. പ്രാർത്ഥന TV-യിൽ കൈവച്ചാൽ മതി, സൗഖ്യം വരും. എന്തുകൊണ്ടാ ഈ ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ പറ്റാത്തെ? എന്തുകൊണ്ടാ ഈ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ പറ്റാത്തെ? പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു ഞാനും നീയും ദൈവത്തോടൊന്ന് സംസാരിക്കണമെന്ന്. നാം പുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ അവകാശികളുമായത് ആരുടെയും ഔദാര്യത്തിലല്ല, ആരുടെയും ഓശാനയിലല്ല, ആരുടെയും റെക്കമെൻഡേഷനിലല്ല. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്കും നിനക്കും നമ്മളുടെ എല്ലാവർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത്, നമ്മെ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാ? ദൈവത്തിന്റെ രാജ്യത്തിൽ പുത്രത്വത്തിലേക്ക് പോകാനാ, പുത്രന്മാരും പുത്രിമാരുമായി തീരാനാ. നാം ഇങ്ങനെ ശിശുക്കളായി, ശരിയാ, നമ്മൾ ദൈവരാജ്യത്തിൽ കടന്നു, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു. അവിടെ കിടന്ന് ഇഴയാനല്ല, അവിടെ കിടന്ന് സ്പൂണിൽ കോരി കടിക്കാനല്ല, എഴുന്നേൽക്കുവാൻ, യാത്ര ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ, കാര്യങ്ങളെ ചെയ്യുവാൻ, പിതാവിന്റെ അധികാരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അത് ഓപ്പറേറ്റ് ചെയ്യുവാനാ ദൈവം നമ്മെ വിളിച്ചത്. ആമേൻ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു, ആമേൻ, എന്നെ കുറിച്ച് ഈ ചുറ്റുപാടുള്ള ആളുകളൊക്കെ എന്താ പറയുന്നേ? അപ്പൊ ചിലർ പറഞ്ഞു, ചിലർ യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ പ്രവാചകൻ എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ പറ്റി പറയുന്നേ? നമുക്കറിയാവുന്ന ഭാഗമാണ്, ഞാൻ വായിക്കുന്നില്ല, സുവിശേഷത്തിലുള്ളതാണ്, 3 സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പത്രോസ് പെട്ടെന്ന് എഴുന്നേറ്റ് എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ബറിയോനാ ശീമോനെ, ഇത് മാംസരക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ ദൈവമാണ്. അവൻ അതുകൊണ്ട് നീ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട്, യേശു ദൈവമാണെന്ന് നീ വിശ്വാസം നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിനക്ക് ഞാനൊരു കാര്യം തരാൻ പോവുക. എന്താ? ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആമേൻ. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, നിങ്ങളിൽ എത്ര പേർ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവ് ദൈവമാണ്, എന്റെ കർത്താവാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ഒരു താക്കോലുണ്ട്, അതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ.
ഈ താക്കോലിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. ഈ ഭൂമിയിൽ ഇരുന്ന്, നിന്റെ മുറിക്കകത്തിരുന്ന്, നിന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന്, നിനക്കറിയാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, നിന്റെ മുമ്പിൽ പർവ്വതമായിട്ട് നിൽക്കുന്ന, നിനക്ക് ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നീ പ്രാർത്ഥനയിൽ അതിനെ തുറക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അതിന്റെ മറുപടി പുറപ്പെടും. നീ ഇവിടെ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കും. കിലോമീറ്ററുകൾക്കപ്പുറത്ത്, ആമേൻ, അധികാരങ്ങൾക്കപ്പുറത്ത്, കോട്ടകൾക്കപ്പുറത്ത്, നിനക്ക് ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സ്വർഗത്തിലെ ദൂതന്മാർ ചെല്ലുവാൻ കഴിയും. നിന്നെ കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിയാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ഈ ലോകത്തിൽ നിനക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരും. അങ്ങനെ നിന്നിലൂടെ ആമേൻ ചില അധികാരങ്ങളെ ഉപയോഗിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഈ ക്വാറന്റീൻ ടൈമിൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ഒന്ന് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ ആപ്തവാക്യം, നമ്മുടെ കീ വാക്യം എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെടണം. എഫേസ്യർ 3 ആമേൻ അതിന്റെ 16 അതിന്റെ 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ ഇടയിലെ ഭാഗങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, ആമേൻ. എങ്ങനെ ആയാലാ? എന്നാൽ നാം ചോദിക്കുന്നതിലും. എങ്ങനെ ആയാൽ? പ്രിയപ്പെട്ടവരെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ, എന്റെ അകത്തെ മനുഷ്യൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കറിയാം എന്റെ അപ്പന്റെ സന്നിധിയിൽ എന്തൊക്കെയുണ്ട്, എന്റെ അപ്പന്റെ ഭവനത്തിൽ എനിക്ക് എന്തെല്ലാം അധികാരമാണ് ഉള്ളത്. അതിനൊരു കാര്യസ്ഥന്റെ, അതിനൊരു വേലക്കാരന്റെ ശുപാർശയുടെ ആവശ്യമില്ല. എനിക്ക് നേരിട്ട് ചോദിക്കാം. അങ്ങനെ ശുപാർശയുടെ ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, ഞാനും നീ ശിശുവായിരുന്നപ്പോൾ. വളർന്നു കഴിയുമ്പോൾ ഒരു വേലക്കാരന്റെ ആവശ്യമില്ല. വേലക്കാരൻ നമുക്ക് വേണം, ആമേൻ. ദൈവദാസന്മാർ നമുക്ക് വേണം, പ്രവാചകന്മാർ നമുക്ക് വേണം. എന്നാൽ അതിനും അപ്പുറത്ത് ദൈവവുമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ നീയും ഞാനും മനസ്സിലാക്കണം നമ്മൾ ആരാണ്. നമ്മൾ പുത്രന്മാരാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവ്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങൾ വരും. അപ്പോഴെല്ലാം നമുക്ക് ഉപദേശം ചോദിക്കാൻ ആളുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ ബലപ്പെടുത്തുവാനും ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ ഉള്ളപ്പോഴും ഞാനും ദൈവവുമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വരണം. ആ ബന്ധം വരണമെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം വളരണം. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ ആമേൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാകും. ആമേൻ, ദൈവസ്നേഹത്തിന്റെ നീളം എത്ര, ദൈവസ്നേഹത്തിന്റെ ഉയരം, അതിന്റെ വീതി, അതിന്റെ ആഴം. എത്ര ചേറ്റിലേക്ക് നാം ഇറങ്ങിപ്പോയാലും, എത്ര ആഴത്തിൽ ഞാനും നീ പോയാലും അവിടെയും നമ്മെ തേടിയെത്തുന്നതായി പിതാവിന്റെ സ്നേഹം. എത്ര വലിയ പ്രതിസന്ധി എന്റെയും നിന്റെയും മുമ്പിൽ നിന്നാലും അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുന്നതാ ദൈവത്തിന്റെ സ്നേഹം. ആമേൻ. അവസാന മിനിറ്റ് വരെ നമ്മെ നിത്യതയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിന്റെ മനസ്സുള്ളതാ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. അല്ലാതെ നമ്മളെ ഈ മരുഭൂമിയിൽ തള്ളിയിട്ട് കളയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും അടിച്ചും ഇടിച്ചും ആമേൻ ക്ഷീണിപ്പിച്ചും ദണ്ഡിപ്പിച്ചും ആമേൻ നിന്നെ നശിപ്പിക്കാനല്ല ദൈവസ്നേഹം. ഈ ദൈവത്തിന്റെ സ്നേഹം നാം ഒന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നിന്റെ പേഴ്സണൽ ലൈഫിൽ നിനക്ക് ഈ ദൈവസ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഫാമിലി ലൈഫിൽ നിനക്ക് ആവശ്യത്തിന് ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിനക്ക് ഈ ഒരു ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണോ നിങ്ങൾ പോകുന്നത്? അതോ ഭയങ്കര ടെൻഷനിലാണോ? പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ മറ്റുള്ള പലതും മാറ്റിവെച്ചിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയ വിഷയങ്ങളൊന്ന് വിശ്വസ്തരാകാൻ തയ്യാറാകുമോ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് സ്നേഹവും സമാധാനം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ലോകത്തെ വ്യത്യാസം വരുത്താൻ പറ്റും? നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ആമേൻ നിങ്ങൾക്കൊരു ദൈവിക സ്നേഹത്തിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ എങ്ങനെ ലോകത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും നാം ഈ ഭൂമി ജനിച്ച് അറിവാറായ കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്ന സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ഭൂമി വിട്ടത്? എല്ലാവരും പറയുന്നതാണ്, എല്ലാവരുടെയും ടെൻഷൻ അതാണ്, സ്വർഗത്തിൽ പോവോ ഇല്ലയോ, സ്വർഗത്തിൽ പോവോ ഇല്ലയോ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ഭൂമിയിലേക്ക് 60, 70, 80 വയസ്സ് വരെ ജീവിക്കാൻ വിട്ടത് സ്വർഗത്തിലേക്ക് പോകാനാണ്. പിന്നെ സ്വർഗത്തിന് ഇങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ ചിലതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ശേഷം നമ്മൾ അവിടേക്ക് പോകും. എന്നാൽ അത് ഓർത്തുകൊണ്ട് അതിന്റെ പേരിൽ നമ്മൾ ഇവിടുത്തെ ജീവിതം ദുസ്സഹമാക്കരുത്. ഇവിടെ നമ്മൾ ദൈവരാജ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്റെ രാജ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നീതിയും സമാധാനവുമല്ലോ ദൈവരാജ്യത്തിന്റെ ഫലം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ഇവിടെ ഉണ്ട്.
നമ്മുടെ ഉള്ളിൽ ആ ദൈവരാജ്യം ഉണ്ടാകണം. നമുക്ക് ആ സമാധാനം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥ ദൈവരാജ്യത്തിലേക്ക് പോകുമെന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, രോഗം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, വേദന ഇതിനകത്തെല്ലാം ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, 3 പേർക്ക് വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും എന്നെ പറയും, ദൈവം അത്ഭുതം ചെയ്തു, മിറക്കിൾ ചെയ്തു, ബാക്കി 7 പേര് മരിച്ചു പോയാലോ? അതിന് ഉത്തരവൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് രണ്ടിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ഈ 2 സാഹചര്യത്തിലും നാം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇടവരണം. നമ്മുടെ ഉള്ളിൽ ആ ദൈവിക സമാധാനം വസിക്കണം. പ്രിയപ്പെട്ടവരെ, അത് നാം മനസ്സിലാക്കി അങ്ങനെ ഒരു ആത്മീകമായ പക്വതയിലേക്ക് നാം വരണം. അതല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഭാരങ്ങളെയും ഒക്കെ വെച്ച് വിലപേശുന്ന വലിയൊരു കച്ചവട സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതിനൊത്ത് ദൂത് പറയുന്ന, അതിനൊത്ത് പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന, അതിനൊത്ത് കയ്യടി വാങ്ങിപ്പിക്കുന്ന വികാരങ്ങളുടെ പുറത്തുള്ള ഒരു ആത്മീയ ലോകം ഇന്ന് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. യാഥാർത്ഥ്യങ്ങളിലേക്ക് ജനം കടന്നു വരട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച വലിയൊരു കാര്യമുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന 10, 100, 1000 പേരോട് ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ശുശ്രൂഷിച്ചെന്ന് വരാം, അല്ലെ? വലിയ അത്ഭുതങ്ങളെ പറ്റി, വലിയ കാര്യങ്ങൾ, അവരുടെ നന്മകളെ പറ്റിയൊക്കെ വളരെ സന്തോഷിക്കാം. എന്നാൽ എന്റെ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ 100 കണക്കിന് പേർ മരണം കാത്തു കിടപ്പുണ്ട്. 10, 15 വർഷമായിട്ട് പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ എന്ത് സുവിശേഷമാണ് അപ്പൊ പ്രസംഗിക്കാൻ പോകുന്നത്? ഏത് യേശുവിനെയാണ് ഞാൻ അവിടെ ഉയർത്താൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, രോഗത്തിലും സുഖത്തിലും. ആമേൻ, ആമേൻ. ഡോക്ടർ രവിയുടെ 48ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ താൻ ഇങ്ങനെ എഴുതി വെച്ചു, ഇൻ സിക്നസ് ആൻഡ് ഇൻ ഹെൽത്ത്. രോഗത്തിലും അവൻ വിവാഹത്തിന് വേണ്ടി ഉഭയസമ്മതം ചെയ്യുമ്പോൾ ദേവദാസന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യം ഈ ലോകത്ത് വന്നാലും അത് എന്റെയും നിന്റെയും സമാധാനത്തെ കെടുത്തി കളയത്തില്ല. അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നശിച്ചു പോകുന്ന ഈ ശരീരത്തിനും ആമേൻ അഴിഞ്ഞു പോകുന്ന ഈ ഉടുപ്പിനും വേണ്ടി അല്ല നാം ജീവിക്കുന്നത്. എനിക്കും നിനക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആയുസ്സിനകത്ത് സ്വർഗം വെച്ചിരിക്കുന്ന പദ്ധതികളെ നിറവേറ്റി അവന്റെ സമയമാകുമ്പോൾ ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. അല്ലാതെ മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്ത്, അവന്റെ ചിന്തകൾക്കകത്ത് സ്വപ്ന കൂടുകളെ കെട്ടി ഉയർത്തി വ്യാജ സാക്ഷ്യങ്ങളെ പറഞ്ഞ് ജനത്തിന്റെ വൈകാരിക മണ്ഡലങ്ങളെ ഉണർത്തി ആമൻ കയ്യടി വാങ്ങിച്ചു പോകുന്ന ഒരുപാട് പ്രസംഗങ്ങളും പ്രവചനങ്ങളും കൊണ്ട് അവൻ ഒരുപാട് പേരെ കഷ്ടത്തിലേക്കും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരുമാക്കി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തലമുറയിൽ ആമൻ ചുരുക്കം പേരായ നിങ്ങളോട് സ്വർഗത്തിന് വിളിച്ചു പറയാനുള്ളത്, ഏത് സാഹചര്യത്തിലും സകലത്തിലും ജയോത്സവമായി ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എഫെസ്യ ലേഖനം 3:18 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ നാം ഒന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുവാൻ മറന്നു പോകുന്നവരാണ് വിശ്വാസികളിൽ പലരും. വളരെ ഭാരത്തിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എപ്പോഴും ഭാരമാണ്, എപ്പോഴും ഭയമാണ്. ഇന്ന് ജീവിക്കാൻ മറന്നു പോവുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പേരൻസിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്? എന്തിനാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങളെ ബാധിക്കുന്നത്? എന്തിനാണ് ഈ ഇൻസെക്യൂരിറ്റി നിങ്ങളെ ബാധിക്കുന്നത്? ഇന്നത്തെ ദിവസം നാളെ ഒരിക്കലും കിട്ടത്തില്ല. നമുക്കറിയത്തില്ല നാളെ എത്ര പേര് ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടായിരിക്കുമെന്ന്. അന്ന് ഓർത്ത് പരിതപിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നിനക്കൊരല്പ സ്നേഹം കൊടുക്കാൻ കഴിയുമോ? എന്തിനാ നീ നാളെ ഓർത്ത് ഭാരപ്പെടുന്നത്? നാളെ എന്ന ദിവസം നാളേക്കായി വിചാരപ്പെടും. ഇന്ന് ദൈവം തന്ന ഈ അവസ്ഥയിൽ നിന്റെ കുടുംബത്തോട്, നിന്നോട് തന്നെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ, ഈ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ഉള്ളിൽ ഈ സമാധാനം ഇല്ലെങ്കിൽ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും? ഇത്രയും മനോഹരമായ, ഇത്രയും ശ്രേഷ്ഠമായ, ഇത്രയും ബുദ്ധിയുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള ഒരു ശരീരം ദൈവം നമുക്ക് തന്ന് ഈ ഭൂമിയിലേക്ക് വിട്ട് ഇത്രയും ആരോഗ്യത്തോടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ട് ദൈവത്തോട് നന്ദി പറയാൻ കഴിയുമോ? എത്ര പേർക്ക് നിങ്ങളെ ചൊല്ലി ദൈവത്തിന് നന്ദി പറയാം? കർത്താവേ, എന്നെ അവിടുന്ന് സ്നേഹിച്ചതിനായി നന്ദി. ഇതിനകത്ത് രോഗമില്ലാത്തവരില്ല എന്ന് എനിക്കറിയാം. അസുഖക്കാരും പലവിധ അസുഖങ്ങളുള്ളവരുണ്ട്. എന്നാൽ അതിനകത്തും കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അനേകം അനക്കമില്ലാതെ വർഷങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ എത്ര സ്തുതിച്ചാൽ കർത്താവിനോട് മതിയാകും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ നാം സ്നേഹിക്കാൻ, ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ തുടങ്ങിയാൽ നമുക്ക് ചുറ്റുമുള്ളവരോട് നാം നന്ദിയുള്ളവരാകും. ഇന്നത്തെ ജീവിതം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് സന്തോഷിക്കാമോ? ദൈവത്തോട് നന്ദി പറയാമോ? നാളത്തെ ദിവസത്തേക്കുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാം എതിരായാലും, രോഗങ്ങളോ ഭാരങ്ങളോ പ്രശ്നങ്ങളോ അനുഗ്രഹങ്ങളോ സന്തോഷമോ സന്താപമോ എന്തും വന്നോട്ടെ, ഇതൊന്നും
എന്റെ സമാധാനത്തെ ബാധിക്കത്തില്ല, എന്റെ സന്തോഷത്തെ കെടുത്തിക്കളയത്തില്ല. ഇതിന് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അങ്ങനെ നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നാം ചോദിക്കുന്നതിലും നാം നിனைക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതിന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആമേൻ എല്ലാം നമ്മളെ ഇതിനു വേണ്ടി ബലപ്പെടുത്തുന്നതായി തീരട്ടെ. പ്രസംഗങ്ങൾ നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുന്നതായി തീരട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം, അവൻ ലൂക്കോസ് 16:16 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും കാലം അവൻ യോഹന്നാൻ വരെയായിരുന്നു. ആമേൻ. അതിനുശേഷമോ ദൈവരാജ്യം സുവിശേഷിച്ചു വരുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാ. പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും കാലം ആമേൻ ഹല്ലേലൂയ യോഹന്നാൻ വരെയായിരുന്നു. അതിന്റെ ശേഷമോ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു വരുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇന്ന് പ്രവാചകൻ ഇല്ലെന്നാണോ? ഇന്ന് ആമേൻ ദൈവദാസൻ അല്ല, അതുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഇതിന്റെ ശക്തി പ്രവാചകന്മാരിലും പ്രമാണത്തിലുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കാലശേഷം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഇത് ദൈവരാജ്യത്തില, ഈ ദൈവരാജ്യത്തില ഈ ശക്തി. ഈ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനാണ് ശക്തിയുള്ളത്. ദൈവരാജ്യത്തിൽ ആരാ ഉള്ളത്? ദൈവമുള്ളത്. ആരാ ദൈവം? അത് കർത്താവായ യേശു ക്രിസ്തുവാ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉണർത്തുക, നിങ്ങളെ ഒന്ന് ബോധ്യത്തിലേക്ക് വരുത്തുക. യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ? അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കാം. കർത്താവെ, എന്റെ ജീവിതത്തിലേക്ക് നീ വരണമേ, എന്നെ ഒന്ന് എന്റെ കർത്താവായി വരണമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് കർത്താവാകണമേ. യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ കയ്യിൽ ദൈവം ഈ അധികാരം തന്നിട്ടുണ്ട്. നിന്റെ കയ്യിൽ ഈ ദൈവരാജ്യത്തിന്റെ താക്കോൽ തന്നിട്ടുണ്ട്. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ദൂതന്മാരെ അയക്കും. ഇവിടെ നിന്ന് നീ അതിനെ വിശ്വാസത്തിൽ തുറക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഓർഡർ പുറപ്പെടും. ദൂതന്മാരെ പോവുക, ആ പ്രവൃത്തി ചെയ്യുക. ഒരുപക്ഷെ അതിന്റെ ഉത്തരം നീ വിചാരിക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ അപ്പോൾ കണ്ടില്ലെങ്കിലും ഒറ്റ പ്രാർത്ഥനകളും മറുപടിയില്ലാതെ പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ഉറപ്പിച്ചു വരാം. ഇതിനകത്ത് എത്ര പേർ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടു കൂടെ എത്ര പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥനയെല്ലാം സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ദൈവം അതിന് മറുപടി അയച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ മറുപടി ഞാനും നീയും ആഗ്രഹിച്ചതുപോലെ ആകണമെന്നില്ല. അങ്ങനെ നാം നിർബന്ധം പിടിക്കരുത്. ദൈവത്തെ നിയന്ത്രിക്കാൻ നമ്മളെ ആരും, നാം ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം ഒന്നാണെങ്കിലും ദൈവം അതിനകത്ത് നീതിയായിട്ട് ഉത്തരം അരുളിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒന്നും വെറുതെ പോയിട്ടില്ല. പ്രാർത്ഥനയിൽ നിങ്ങൾ മടുപ്പുള്ളവരാകരുത്. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാൽ അധികാരം മനസ്സിലാക്കി, ഞാൻ ആരാ, സ്വർഗത്തിലെ ദൈവം എനിക്ക് ആരാ എന്ന് ഈ ദിവസങ്ങളിൽ സ്വർഗം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ദൈവം എന്നെ അയച്ച ആ വലിയ ദൗത്യം, ആമേൻ, 2 ദൗത്യങ്ങൾ. ഒന്ന്, ഞാൻ നിത്യതയിൽ എത്തിച്ചേരണം. 2, എന്നെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ, ആമേൻ, എന്റെ കമ്പനിയിൽ, എന്റെ കൊളീഗ്സിന്റെ അടുത്ത്, എന്റെ നെയ്ബേഴ്സിന്റെ അടുത്ത്, ഈ ലോകത്തിൽ ആമേൻ എന്നിലൂടെ ചെയ്യുവാനുള്ളത് നിവർത്തിയാക്കുവാൻ സ്വർഗമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? അതിനുവേണ്ടി എന്താ വേണ്ടുന്നത്? ഓൺ ആൻഡ് ദെയർ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ എത്ര പേർ തയ്യാറാകും? ദൈവത്തിന്റെ തിരുഹിതം തക്ക സമയങ്ങളിൽ ദൈവം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് കേട്ട് അതിനോട് പ്രതികരിക്കുവാൻ എത്ര പേർ ഇന്ന് തയ്യാറാകും? ആമേൻ. ആമേൻ. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചിരിക്കുന്നു. ആമേൻ. പിതാവ് ഒരു അവധി വെച്ചിരിക്കുന്നു. ആ അവധിയോളം തന്റെ ഹല്ലേലൂയ ശിശുവായിരിക്കുന്ന അവകാശിക്ക് ആമേൻ അധികാരങ്ങളെ കൈമാറുന്നില്ല. എന്നാൽ ആ അവധി കഴിയുമ്പോൾ, എന്താ അവധി? താൻ പക്വതയാകുമ്പോൾ, താൻ പ്രായപൂർത്തിയാകുമ്പോൾ, അതായത് എഫെസ്യ ലേഖനം 4:10-12 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തോളം വളരുമ്പോൾ, ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ ദൈവം ഈ അധികാരങ്ങളെ കൈമാറും. ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ കയറ്റും. അവൻ ഞാൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ അത് നിറവേറി കാണണമെന്ന്. നിന്റെ ജീവിതത്തിലൂടെ ആ മഹത്തായ ദൈവത്തിന്റെ പദ്ധതി നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളിലൊക്കെ നിറവേറണമെന്ന്. എന്നാൽ അതിനൊരു അവധി വെച്ചിരിക്കുകയാ. ആ അവധി കഴിയുമ്പോൾ അവൻ അതിലേക്ക് ദൈവം നിന്നെ എത്തിക്കും. എന്താ അവധി? അവൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ പുത്രത്വത്തിന്റെ അധികാരത്തിലേക്ക് ഒന്ന് വരണം. ദൈവ ശബ്ദം ഒന്ന് കേൾക്കണം. അവൻ വികാരങ്ങളുടെ പുറത്തുള്ള ഒരു ആത്മീയത വിട്ടിട്ട് റിയാലിറ്റിയിലേക്ക് ദൈവമായിട്ടൊന്ന് സംസാരിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ യേശു ക്രിസ്തു കർത്താവാണെന്ന് നീ വിശ്വസിച്ചാൽ, യേശു എനിക്ക്
വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ പത്രോസിന് കൊടുത്ത അതേ വാഗ്ദത്തം ഇന്നും ആ വാഗ്ദത്തമുണ്ട്. ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ താക്കോൽ കൊണ്ട് നീ ഈ ഭൂമിയിൽ നിന്ന് എന്ത് തുറന്നാലും സ്വർഗത്തിൽ അത് തുറക്കപ്പെടും. ഈ ഭൂമിയിൽ എന്ത് അഴിച്ചാലും അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. എത്ര പേർ ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ഒരു ദൈവിക അധികാരത്തെ എക്സസൈസ് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? സ്വന്തം ജീവിതത്തിൽ നാളെ ഓർത്ത് ഇന്നത്തെ സമാധാനം കളഞ്ഞിരിക്കുന്നവരാണോ? ഇന്നത്തെ ജീവിതത്തെ ഓർത്തൊന്ന് സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്ന് സംസാരിച്ചു തുടങ്ങാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒന്ന് ആത്മാർത്ഥമായി സംസാരിച്ചു തുടങ്ങി, നിങ്ങളുടെ പാരന്റ്സിനോട് ഒന്ന് സംസാരിച്ചു തുടങ്ങി, ഒന്ന് ഫോൺ വിളിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് സംസാരിച്ച് നാളെ ഓർത്തിട്ട് നീ എന്തിനാ ഇന്നത്തെ ദിവസം നീ സ്പോയിൽ ചെയ്യുന്നത്? വികാരങ്ങളുടെ പുറത്തും ആമേൻ നമ്മൾ ഇന്ന് കാണുന്നതിനെ നോക്കി ആമേൻ നാം നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്ത് വറി ചെയ്യേണ്ട. ദൈവം അത്ഭുതങ്ങളെ കരുതിയിട്ടുണ്ട്. ഇസ്രായേലിനെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുന്നമേ ദൈവം വെച്ചിരുന്ന പദ്ധതികളുണ്ട്. അതിനകത്ത് നിങ്ങൾ പിറുപിറുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത് ദൈവം തക്ക സമയത്ത് വെളിപ്പെടുത്തി തരും. ആ സമയത്ത് ദൈവം വഴികളെ തുറക്കും. ആ സമയത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്, താങ്ക് യു ഫാദർ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ കർത്താവെ അങ്ങയുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, കർത്താവെ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നതിലും ഞങ്ങൾ നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങളെ നടത്താൻ സ്വർഗത്തിന് കഴിയും. എന്നാൽ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഒന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളെ വിട്ട ദൈവിക പദ്ധതിയോട് ഞങ്ങൾക്കൊന്ന് പ്രതികരിക്കുവാൻ, ഒന്ന് റെസ്പോണ്ട് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ഒബീഡിയൻസിന് തടസ്സമായിരിക്കുന്നത് ഞങ്ങൾ കണ്ട്, ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങൾ കേട്ട പലതുമാണല്ലോ അങ്ങേ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് അവന്റെ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ സ്വർഗമേ അതിന്റെ കാതുകളെ ഒന്ന് തുറക്കണമേ. അങ്ങ് വെച്ചിരിക്കുന്ന ഈ അവധി അത് വേഗത്തിൽ അതിനെ ക്രോസ് ചെയ്യുവാൻ ഒരു വളർച്ച ഞങ്ങൾക്ക് തരണമേ. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. കർത്താവെ, വേലക്കാരും കാര്യസ്ഥന്മാരും ഒക്കെ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നത് തന്റെ അവകാശിയായ പുത്രത്വത്തിൽ ഇരിക്കുന്ന ഞങ്ങളൊന്ന് വളരണമെന്നാണല്ലോ. അതിനാണല്ലോ കർത്താവെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടുന്ന് മരിച്ചത് അവന്റെ പുത്രത്വത്തിലേക്ക് വരുവാൻ, അവന്റെ രാജ്യത്വത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഇന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, കർത്താവെ, ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇതിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ മുമ്പിൽ ഇന്നൊന്നും കാണുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിരിക്കാം, ഒരുപക്ഷെ എല്ലാം അനുകൂലമായിരിക്കാം, നിങ്ങൾ വളരെ സന്തോഷിച്ചായിരിക്കാം. എന്നാൽ ഇതെല്ലാം മാറി മറിയും പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം മായയാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ ആയിരിക്കത്തില്ല. 2020 തുടങ്ങിയപ്പോൾ ആരെങ്കിലും കരുതിയോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമെന്ന്? ആരും അറിയത്തില്ല. എന്നാൽ ദൈവം അറിയുന്നുണ്ട്. ദൈവം അനുവദിച്ചിട്ടാണ് ഈ കൊറോണ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു പാട്ട് പാടി ഒരു ധ്യാനത്തോടു കൂടെ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമ്മുടെ ബ്രദർ ഒരു സമർപ്പണത്തിന്റെ ഗാനം ഇപ്പോൾ പാടും. അതോടൊപ്പം നമുക്ക് താനത് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഹല്ലേലൂയ നാം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ എത്ര പേർ ഒന്ന് സമർപ്പിക്കും? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമെന്ന്. പ്രിയപ്പെട്ട, വരും കാലങ്ങളെ പറ്റി ഈ ലോകത്തിൽ ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പ്രൊഡിക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാനും നീയും സേവിക്കുന്ന സ്വർഗത്തിലെ നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ ജീവിതം ദുസ്സഹമാക്കരുതേ. ഇന്നത്തെ ജീവിതം എത്ര പേർ ക്രിസ്തുവിൽ ഒന്ന് സന്തോഷിക്കാം? കുഞ്ഞുങ്ങളോടുകൂടെ ഈ നല്ല സമയം എത്ര പേർ ഒന്ന് ചെലവഴിക്കാം? അവരുടെ തലയിൽ കൈവച്ച് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആമേൻ. അവർ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരത്തെ അവരിലേക്ക് ഇംപാക്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഭാര്യയെ നോക്കി, നിങ്ങളുടെ ഭർത്താവിനെ നോക്കി ദൈവം തന്ന അധികാരത്തിൽ എനിക്ക് തന്ന എന്റെ കുടുംബം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എത്ര പേർ നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം? ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ആമേൻ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. പ്രിയ സഹോദര, സഹോദരി, ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാമോ? കാരണം ഇന്ന് കർത്താവിന് ചിലത് നിന്നോട് പറയാനുണ്ട്. നിന്റെ മനസ്സ് ശാന്തമാകാതെ, നിന്റെ മനസ്സ് ആമേൻ ആ പ്രിയന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാതെ, പ്രിയ സഹോദര, സഹോദരി, അവന്റെ ഇമ്പസ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയത്തില്ല. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാമോ? കർത്താവിനോടും ചേർന്നിരുന്ന് അവനിൽ നിന്ന് ചേർന്ന് പ്രാപിക്കാമോ? ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. പാട്ടുകളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ചേർന്ന് കർത്താവിന്റെ ദാസനോടൊപ്പം പാടാം. ഹല്ലേലൂയ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ആ സമയം വരെ അവൻ നമ്മെ നടത്തും. ഹല്ലേലൂയ.
വേഗം നാം ചേർന്നിടും. Tracy, I think it is on record. Okay, sure, go ahead. Praise you, Jesus. Praise you, Jesus. Praise you, Jesus. Praise you, Jesus. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് നാം ശോഭന നാട്ടിൽ പാടും. വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് in the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. Yeshua. എത്ര പേർ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ആ നല്ല ദിവസത്തിനായി എത്ര പേർ ഒരുക്കത്തോടെ ആയിരിക്കും? ഈ ദിവസങ്ങൾ ദൈവം തന്ന ഈ നല്ല ആയുസ്, പ്രിയപ്പെട്ടവരെ, ഫ്രൂട്ട്ഫുൾ ആയിട്ട്, പർപ്പസ്ഫുൾ ആയിട്ട് ഒന്ന് തികയ്ക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ശക്തമായി എനിക്ക് തരുന്ന ഒരു ആഹ്വാനം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ പദ്ധതികൾക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആരും ആയിരിക്കത്തില്ല. നിങ്ങളിലൂടെ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ലോകത്ത് കർത്താവ് തികഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. എന്നാൽ സമയം അധികമില്ല, വളരെ അടുത്തിരിക്കുകയാ. എത്ര വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ എത്ര പേർ ഇന്ന് തയ്യാറാകും? കർത്താവേ, ആ ദൈവിക പർപ്പസസിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ആത്മ മനുഷ്യനെ ഒന്ന് വളർത്തുവാൻ ഒരു കൃപ എന്റെ മേൽ പകരണമേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി ധൈര്യത്തോടെ കൂടെ ദൈവിക അധികാരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ എബിൻ ബ്രദർ ആമേൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരുടെ ഇടയ്ക്ക് കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കർത്താവെ എന്താഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നുമില്ല, ഏതുമില്ല അപ്പച്ച. കർത്താവെ, അങ്ങയുടെ ഒരു പാത്രമായി, അങ്ങയുടെ ഒരു മാനപാത്രമായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, കേൾക്കപ്പെട്ട വചനത്തെ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അടുത്ത് വരുന്നു. പിതാവെ, കർത്താവെ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട രീതി ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, അത് എന്നോടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് അത് ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിതാവെ, അവിടുന്ന് ഞങ്ങളോട് ഓരോരുത്തരോട് സംസാരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവെ, അവിടുന്ന് കർത്താവെ ഇന്നത്തെ ആരാധന, ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവെ അങ്ങയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവെ,
പിതാവേ. കർത്താവ് നിന്റെ ദാസനെ ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും കർത്താവെ അങ്ങേക്ക് വേണ്ടി കർത്താവെ ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഒന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലവണക്കിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് അടുത്തു വരുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല കർത്താവെ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇന്നർ ഹീലിങ്ങിനായി സ്തുതിക്കും. ഞങ്ങളുടെ മനസ്സിൻ്റെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ അവിടുന്ന് താണിറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കുന്ന അങ്ങയുടെ ദയയ്ക്കായി വിശ്വസ്തതയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു പിതാവെ. ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവെ അവിടുന്ന് ഇത്രത്തോളം നിർത്തി ആരോഗ്യത്തോടെ ആയുസ്സോടെ കർത്താവെ സമാധാനത്തോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവെ. കടന്നു വന്ന ഓരോരുത്തരും തലവണക്കിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ ഏൽപ്പിച്ചു പ്രാർത്ഥി അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരൊക്കെ കടന്നു പോകുന്ന വിഷയങ്ങൾ കർത്താവെ, അവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അവയിലെല്ലാം കർത്താവെ അവിടുന്ന് ഇൻ്റർവീൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനുഷ്യശക്തി അല്ല കർത്താവെ, ദൈവത്തിൻ്റെ കരം ഓരോ വ്യക്തി ജീവിതങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. കർത്താവെ അങ്ങയുടെ അടിപ്പിണരാൽ രോഗസൗഖ്യമുണ്ടല്ലോ കർത്താവെ. രോഗങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കടഭാരങ്ങളിലായിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവ്. കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവെ. അങ്ങനെ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു കർത്താവെ അവരെല്ലാം യേശുവേ കർത്താവെ അവിടുത്തെ ഒരു കാര്യം കർത്താവ് യേശുവെ ഒരു വാക്ക് മതി കർത്താവ്. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരാൻ അരുളി ചെയ്ത കർത്താവ് കർത്താവെ ഒരു വാക്ക് കർത്താവ്, ഒരു കരസ്പർശനം കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് തന്ന നല്ല കൂടിവരവനായി സ്തുതിക്കുന്നു കർത്താവെ. അടുത്ത ആഴ്ച കൂടി വരുന്നിടം വരെ കർത്താവെ ഞങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ ദൂതന്മാരുടെ കാവൽ, അങ്ങയുടെ രക്തത്തിൻ്റെ മുദ്ര കർത്താവെ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. സകല വിഷയങ്ങളും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അനുഗ്രഹിക്കപ്പെടുന്നില്ല കർത്താവ്. ഞങ്ങളുടെ വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പതിയുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതനയും കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ പലരും അയച്ചു തരുന്നുണ്ട്. അതിന് നന്ദി. എന്നാൽ ഒരു സഹോദരൻ പ്രത്യേകാൽ പറഞ്ഞു ഇത് പറയണം. തനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട്. തനിക്ക് ഉപവസിക്കുവാൻ തുടങ്ങി. തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ദൈവം മടക്കി കൊടുത്തു. വർഷങ്ങളായി തലമുറകളായിട്ട് ദൈവത്തെ അറിയുന്ന കുടുംബമായിരുന്നെങ്കിലും ഈ ദിവസങ്ങൾ തന്റെ അകത്തെ മനുഷ്യൻ വളരുവാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവിൽ ഫാസ്റ്റിംഗ് അവിടെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തനിക്ക് ആരും പറയാതെ തന്നെ ദൈവം സഹായിക്കുന്നു. വളരെ സന്തോഷത്തോടെ ആയിരിക്കും എന്ന് അറിഞ്ഞു. അപ്പൊ സഹോദരനായ സ്തോത്രം. അതുപോലെ മറ്റനേക സാക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. കർത്താവ് ഇങ്ങനെ ചോദിച്ചു 3 ദിവസങ്ങൾക്ക് മുമ്പ്, മെനി ഓഫ് മൈ ജനറൽസ് ആർ റിട്ടയറിംഗ്, ഐ എം ലുക്കിംഗ് ഫോർ ജനറൽസ് ഇൻ മൈ ആർമി. ദൈവം ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ഈ ലോകത്തെമ്പാടും ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ചില ജനറൽസിനെ അവന്റെ ആർമിയിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറായാൽ ദൈവം അതിനെ ഉപയോഗിക്കാൻ പോവുക. ഐ എം ലുക്കിംഗ് ഫോർ ജനറൽസ് ഇൻ ടു മൈ ആർമി. ഇതാ ഞാൻ കേട്ടൊരു ശബ്ദം. എന്നെ ഭയങ്കര പിടിച്ചു കുലുക്കി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഫെബ ഞാൻ ഇങ്ങനെ കേട്ടു, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. ആമേൻ. അത് 2 ദിവസത്തിനകത്ത് ഡോക്ടർ രവി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അപ്പോഴേ ചിന്തിച്ചു രവിയോടുള്ള ബന്ധത്തിലാണോ ഇത് പറഞ്ഞത്. പക്ഷെ ദൈവം വിശ്വസ്തരായ ചില ജനറൽസിനെ, അതിനകത്ത് ആണെന്ന് പെണ്ണെന്നില്ല, പ്രായം ഒരു വിഷയമല്ല, ചില പ്രാർത്ഥനാ വീരന്മാരെ, ചില കുഞ്ഞുങ്ങളെ, ചില ചെറുപ്പക്കാരെ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ദൈവം നോക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം. ഗാഡ് ഈസ് ലുക്കിംഗ് ഫോർ ജനറൽസ് ഇൻ ടു ഹിസ് ആർമി. അത് നോർമൽ ഒരു പദ്ധതിയല്ല, ശ്രേഷ്ഠമായത്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണോ? ഈ വില ഒന്നും ഒരു വിലയല്ലെന്ന് പിന്നെ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് വിലയൊന്നും, ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി വില കൊടുക്കുന്നൊന്നുമില്ല. നമ്മളൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മൾ പലതും വിലയെന്ന് കരുതി വെച്ചിരിക്കുന്ന വിട്ട് കളഞ്ഞാൽ മതി. ദൈവം നമ്മളെ ഉപയോഗിക്കും. ആൻഡ് ഗാഡ് ഈസ് ലുക്കിംഗ് ഡൗൺ ഇൻ ടു ദാറ്റ്. ദൈവം ഈ ദിവസങ്ങൾ അങ്ങനെ ആമേൻ ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ചിലരെ പറ്റി ദൈവത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവാത്മ വളരെ ശക്തമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അധികാരത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളെ അയക്കുക. ഈ മീറ്റിംഗ് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു അജണ്ടയിലൊന്നും തുടങ്ങിയതല്ല. നാളെ നിർത്താൻ പറഞ്ഞാൽ നാളെ നിർത്തും. അപ്പം അടുത്ത ബുധനാഴ്ച ഉണ്ടെന്നാണ് ഇതുവരെയുള്ള ദൈവിക നിയോഗം. അപ്പം തമ്പുരാൻ പറയുന്നത് ചെയ്യും. ദൈവത്തിന്റെ ഉദ്ദേശം ഈ മീറ്റിങ്ങുകളിലൂടെ നിറവേറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മീറ്റിംഗ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ
പക്ഷേ അടുത്ത ആഴ്ച ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അറിയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര്, അങ്ങനെയുള്ള ഡിനോമിനേഷൻ ഒരു വ്യത്യാസമില്ലാതെ ആർക്കും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാം. ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എവ്രിബഡി.